ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ പൈസീസ്, നമ്മൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് അത് നോക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് അതും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഈ വീഡിയോന് എൻഡ് വരെ നോക്കാം. എൻഡിൽ ഈ പേഴ്സണിന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും ആൻഡ് ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്താ ആണ് ആവാൻ പോണേ, അത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണേ. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് വേൾഡ്. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ടു ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. നിങ്ങൾ രണ്ടാളും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷനിലേക്കാണ് ചെല്ലണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ എനർജി വേൾഡ് ആണ്. ഇതൊരു കംപ്ലീഷൻ്റെ എനർജിയാണ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മേ ബി ഈ റിലേഷൻഷിപ്പിനെ ഒരു സീരിയസ് ആയി കൊണ്ടുപോകാനായിരിക്കും നോക്കുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ ഇവിടെ തന്നെ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലായിരിക്കും പോകുന്നുണ്ടാവുക. എന്തായാലും ഇവിടെ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ പേഴ്സന്റെ എനർജി ടു ഓഫ് വാൻഡ്സ് ആണ്. അപ്പൊ എവിടെയോ ഈ പേഴ്സണും ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷനിലാണ്. അവർക്ക് രണ്ട് ചോയ്സസ് ഉണ്ട്, ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്നാണ് അവർ വിചാരിക്കണേ, ആലോചിക്കണേ. ഇതിന്റെ ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും, ഇത് എങ്ങനെയാ ഫ്യൂച്ചറിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യുക, അതൊക്കെയാണ് ഈ പേഴ്സൺ ഇവിടെ സ്ട്രാറ്റജൈസ് ചെയ്യണം, പ്ലാൻ ചെയ്യണത്. അപ്പോൾ സ്റ്റാർ ആണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് ഇവിടെ, എക്വേരിയസ് എനർജി. അപ്പോൾ ഇവിടെ സ്റ്റാർ ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജിയാണ് ആൻഡ് ഹീലിംഗിന്റെ എനർജി കൂടിയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ അത് നിങ്ങൾ ഹീൽ ചെയ്യണു. അതല്ല വെച്ചാൽ നിങ്ങളുടെ ഒരു വിഷ് ഇവിടെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. ഇവിടെ ഈ പേഴ്സന്റെ എനർജി 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അഗൈൻ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ആവാം. ഓക്കെ, അപ്പോൾ ഇതൊരു സെലിബ്രേഷൻ്റെ എനർജിയാണ് യൂഷ്വലി. പക്ഷെ ഇവിടെ 3 ആൾക്കാർ ഉണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ തേർഡ് പാർട്ടി പറയണത്. പക്ഷെ അത് എല്ലാവർക്കും ബാധിക്കില്ല. നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അറിയും എന്താണെന്ന്. പക്ഷെ ഇവിടെ എംപ്രസ് ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലർ പ്രഗ്നൻ്റ് ആണെന്ന് ന്യൂസ് കിട്ടുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് വേണം, ഈ പേഴ്സൻ്റെ കൂടെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണം. മേ ബി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ആയിരിക്കും നിങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇതൊരു ഈ പേഴ്സൻ്റെ എനർജിയിൽ ടവർ ആണ്. അപ്പോൾ എന്തോ ഇവിടെ ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ്. അപ്പോൾ അഗൈൻ മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് വെച്ചാൽ അതൊരു ഷോക്കായിട്ടാണ് ഈ പേഴ്സണിന് വരണേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വരണത്. അപ്പോൾ മേ ബി ഈ പേഴ്സൻ്റെ എനർജിയിലും പ്രഗ്നൻസി ആവാമെന്ന് അതുകൊണ്ടുമായിരിക്കാം ഇവിടെ ഒരു ഷോക്ക് ഓറൽസ് ഒരു സർപ്രൈസ്. ടവർ സ്കോർപ്പിയോ എനർജിയാണ്. നിങ്ങളുടെ സൈഡിൽ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതൊരു വാട്ടർ സൈൻ ആണ്, സ്കോർപ്പിയോ എനർജിയാണ്. ഞാൻ കാണുന്നത് ഇവിടെ കുറേ സെൻസിറ്റിവിറ്റി ഉണ്ട്, കുറേ ലവ് ഉണ്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. അവർ അത്ര എക്സ്പ്രസ് ചെയ്യാറില്ല, പക്ഷെ അവരുടെ ബിഹേവിയർ, അവരുടെ ആക്ഷൻസ് എല്ലാം അങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഇവിടെ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഇൻ ലവ് ആണ് ഞാൻ കാണുന്നത്. എന്തായാലും നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് കുറേ വേഗാണ് ഈ റീഡിങ്. അപ്പോൾ ഈ വേൾഡ് ഇവിടെ എന്തുകൊണ്ടാണ് 3 ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. ഒരു മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫർദർ പ്രോഗ്രസ് ഉണ്ടാവും എന്ന് അതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. ഒരു പ്രപ്പോസൽ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഒരു ഹാപ്പി എൻഡിങ് ആണ് ഞാൻ കാണുന്നത്, സൺ. അപ്പോൾ ഇതൊരു ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്, ലിയോ എനർജിയാണ്. ഈ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്? 5 ഓഫ് സോഡ്സ്. ഈ 5 ഓഫ് സോഡ്സ് എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡ്സ്? ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഈ പേഴ്സന്റെ സൈഡിന്. അപ്പോൾ ഇത് കുറച്ചൊരു അൺഎക്സ്പെക്റ്റഡ് റീഡിങ് ആയി പോയി. എന്ന് വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ കുറെ ഹാപ്പിയാണ്, ഇവിടെ ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്.
ഹാർട്ട് ബ്രേക്കും ഉണ്ട്, കുറെ നെഗറ്റിവിറ്റി ഉണ്ട്, കുറെ ഗോസിപ്പ് ഉണ്ട്. മേ ബി നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ എന്തെങ്കിലും ഗോസിപ്പ് ഓർ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയോണ്ടാണ് ഈ പേഴ്സൺ ഹാർട്ട് ബ്രോക്കൺ ആവുന്നത്. ഓറൽസ് അവർക്ക് സംശയം ഉണ്ടാവും നിങ്ങളുടെ വേറെ അഫെയർ ഉണ്ട്, അതുകൊണ്ട് ഈ പേഴ്സൺ ഹാർട്ട് ബ്രോക്കൺ ആവണു. പക്ഷെ നിങ്ങളുടെ സൈഡിൽ ക്ലാരിറ്റി, ഹാപ്പിനെസ് ആണ്. നിങ്ങൾ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഇതൊരു പാസ്റ്റ് എനർജിയും ആവാം. മേ ബി പാസ്റ്റിൽ നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ബ്രേക്കപ്പ് ആയി ഉണ്ടാവും. ആൻഡ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഈ പേഴ്സൺ റീകൺസൈൽ ചെയ്യുമെന്ന്. ആൻഡ് ഈ പേഴ്സൺ ഇപ്പോഴും ആ ഹാർട്ട് ബ്രേക്ക് വെച്ചിട്ടാണ് അവർ ഹീൽ ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഒരു ക്രോസ് റോഡ്സിൽ. എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുണ്ട്, പിന്നെ അത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അതൊന്നും അറിയാണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്. അപ്പം മേ ബി ഈ പേഴ്സന്റെ സൈഡിലായിരിക്കും ഒരു തേർഡ് പാർട്ടി. എന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ 3 കപ്സ് ഒക്കെ കാണുന്നത്. ആൻഡ് ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടും നിങ്ങൾ ഈ പേഴ്സണെ ഫൊർഗിവ് ചെയ്യാനാണ് നോക്കുന്നത്, അങ്ങനെയും ആവാം. എന്തായാലും നമ്മൾക്ക് ഇവിടെ വേറെ കാർഡ്സ് ക്ലാരിഫൈ ചെയ്യാം. ഈ സ്റ്റാർ എന്താണ് ഇവിടെ? 9 ഓഫ് സോർഡ്സ്. അപ്പോൾ എന്തോ ഒരു ഹീലിംഗ് എനർജി തന്നെയാണ് സ്റ്റാർ. എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ ആങ്ഷ്യസ് ആണ്, കുറെ സ്ട്രെസ്സിലെ എനർജിയിലാണ് നിങ്ങൾ. എന്താണ് ഈ സ്ട്രെസ്സിന്റെ കാരണം? ജഡ്ജ്മെന്റ്. അപ്പൊ ഇവിടെ ഒരു റീകൺസിലിയേഷൻ തന്നെ ആണ് ഇവിടെ. അതുകൊണ്ടാണ് നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്നത്. ഇത് ഉണ്ടാവോ ഇല്ലെന്ന് നിങ്ങൾക്ക് ആ സ്ട്രെസ് ഉണ്ട്. ഈ പേഴ്സന്റെ എനർജിയിൽ 3 ഓഫ് കപ്സ് എന്താണ്? അപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ്. ക്വീൻ ഓഫ് വാൻഡ്സ് യൂഷ്വലി ഒരു അതർ വുമന്റെ എനർജിയാണ്, ഡെത്ത്. അപ്പോൾ ഒരു വേറെ പേഴ്സന്റെ കാരണം ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഈ എംപ്രസ് എന്താണ്? കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ അഗൈൻ നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കും, ഓരൽസ് നിങ്ങൾക്ക് ഓൾറെഡി കുട്ടികളുണ്ട് ഈ പേഴ്സന്റെ കൂടെ. ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം. 10 ഓഫ് വാൻഡ്സ്. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ ഡെഫിനറ്റ്ലി ഈ ബേർഡൻ, ഈ ബാഗേജ് റിലീസ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജിയിലെ ടവർ എന്താണ്? ഇവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, ഇതൊക്കെ വേറെ പേഴ്സന്റെ എനർജിയാണ്. അവര് ഏതൊരു റിലേഷൻഷിപ്പിനെ വിട്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരാൻ പോണത്. അവര് നിങ്ങളെ ആണ് ചൂസ് ചെയ്യണത്. മുമ്പേ അവർ വേറെ ആരോ ആണ് ചൂസ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ അവർ ആ മറ്റേ പേഴ്സണെ വിട്ടിട്ടാണ് നിങ്ങളുടെ ഡയറക്ഷനിൽ വരണേ. കാമോ വാട്ടേഴ്സിന്റെ ഡയറക്ഷനിൽ പോണത്. എന്തോ ഡിഫിക്കൾട്ട് അവർ സിറ്റുവേഷനിലായിരുന്നു. അത് പക്ഷെ ഇപ്പോൾ എൻഡ് ആയിണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ അവർ വേറെ ഒരു പേഴ്സണെ വിട്ടിട്ടാണ് നിങ്ങളുടെ ഡയറക്ഷനിൽ വരണേ. കിങ് ഓഫ് കപ്സ് ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ പേജ് ഓഫ് വാൻഡ്സും ഉണ്ട്. അപ്പൊ നൈറ്റ് ഓഫ് സോർഡ്സും പേജ് ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ എനർജിയാണ്. ഒരു ഫാസ്റ്റ് മൂവിങ് കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഇതൊരു വേറെ പേഴ്സന്റെ എനർജി ആണ്. കിങ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ് വേറെ പേഴ്സൺ ആണ്. ആൻഡ് പേജ് ഓഫ് വാൻഡ്സ് ഒരു മൂന്നാമത്തെ പേഴ്സൺ ആണ്. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേറെ പുതിയ ആൾക്കാരും വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പാസ്റ്റ് പേഴ്സണെയാണ് മിസ് ചെയ്യണത്. ഏസ് ഓഫ് കപ്സ് ഇവിടെ ഈ പേഴ്സന്റെ എനർജി ഏസ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവർ നിങ്ങളെ കുറിച്ച് ഇപ്പോഴും പാഷനറ്റ് ആണ്. നിങ്ങളുടെ കൂടെ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഇന്റർഫിയറൻസ് ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഇവിടെ ക്ലാരിറ്റി ഉണ്ട്, ബ്രേക്ക് ത്രൂ ഉണ്ട്. 3 ഏസസ് ഈ പേഴ്സന്റെ സൈഡിലാണ്. അപ്പോൾ ഇതൊരു വലിയ ചേഞ്ച്, ഒരു വലിയ ബ്രേക്ക് ത്രൂ ആണ്. പക്ഷെ ഇതിന്റെ എന്താണ് ഔട്ട്കം ഉണ്ടാവാന്ന് നമ്മൾക്ക് നോക്കാം. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? ഫ്യൂച്ചറിലും ഈ പേഴ്സന്റെ 2 ആൾക്കാരുടെ ഇടയ്ക്കാണ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത്. ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് അറിയാണ്ടാണ്. പക്ഷെ അവര് എന്തിനോ വേണ്ടിയിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം. വീൽ ഓഫ് ഫോർച്യൂൺ. അവരുടെ മാരേജിൽ എന്തോ ഒരു ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ആ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യണത്. ഹൈറോഫാൻ ടോറസ് എനർജി. പക്ഷെ ഇവിടെ എന്തോ ഒരു ശരിയല്ലാത്ത എനർജിയാണ്.
സെവൻ ഓഫ് സ്വോർഡ്സ് ആണ് നിങ്ങളുടെ ഔട്ട്കം. ഈ പേഴ്സൺ എന്തോ നിങ്ങളുടെ കൂടെ ക്ലിയർ ആയി കാര്യങ്ങൾ സംസാരിക്കുന്നില്ല, എന്തോ അവർ ഒളിപ്പിക്കുന്നുണ്ട്. അവർ ഫുൾ പിക്ചർ നിങ്ങൾക്ക് തരുന്നില്ല ഇവിടെ. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യണത് ഒരു ചെറിയ ബിഗിനിങ് ആണ്, പക്ഷേ ബിഹൈൻഡ് ദ സീൻസ് എന്തോ വേറെ എന്തോ ആണ് നടക്കുന്നത്. അവരത് നിങ്ങളോട് ശരിക്കും തുറന്ന് പറയൂന്നില്ല. ആൻഡ് അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഇവിടെ ഒരു സാബോട്ടാജിന്റെ എനർജി കാണാണ്ട്, മൂൺ ദാ സീക്രറ്റ്സിന്റെ എനർജി ഉണ്ട്, സാബോട്ടാജ് ഉണ്ട്. അപ്പൊ ഈ പേഴ്സണെ നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവരെന്തോ ഒളിപ്പിക്കുന്നുണ്ട് എപ്പോഴും. അവർ ക്ലിയർ ആയി നിങ്ങൾക്കൊരു പിക്ചർ തരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മെസ്സേജസ് പൈസീസിന് വേണ്ടിയിട്ട്? ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ക്യാൻസർ, ടോറസ്, സ്കോർപിയോ, ജെമിനായി, ലിയോ. യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ. അപ്പോൾ പൈസീസ് ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ലവ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാ നിങ്ങൾക്ക് ട്രൂ ലവ് തരാൻ പറ്റുക വെച്ചാൽ ആ പേഴ്സൻ്റെ അടുത്താണ്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിനാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യേണ്ടത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഹവ് നോൺ ഈച്ച് അതർ ബിഫോർ. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ബോണ്ട് ഉണ്ടായത് എന്താ വെച്ചാൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇതൊരു ഡിഫിക്കൾട്ട് സെപ്പറേഷൻ നിങ്ങൾ ഫീൽ ചെയ്യണത്. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ സമയമായിരിക്കണം. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി ഇപ്പോഴും ഒരു ഡിസെപ്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു ജെന്വിൻ ഓഫർ അല്ല. അങ്ങനെയാണ് എനിക്ക് ഇവിടെ റീഡിങ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ വേഗം ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അത്ര സെഷൻസ് ഇപ്പോൾ ബാക്കിയില്ല. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലച്ചോ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.